കൊട്ടാരക്കരയുടെ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലാണ് 24-നൊപ്പമുള്ളത്. അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. വൈകിട്ട് കൊട്ടിക്കലാശമാണ്. എന്താണ് ഇതുവരെയുള്ള ഒരു ആത്മവിശ്വാസം? തെരഞ്ഞെടുപ്പിൽ വളരെ നല്ല പ്രവർത്തനമാണ് നടന്നത്. നിങ്ങളും ഇവിടെയൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും, എല്ലാ മണ്ഡലങ്ങളിലും പോകുന്നതിൻ്റെ ഭാഗമായിട്ട്. വളരെ അനുകൂലമായിട്ട് ഉള്ള സ്ഥിതിയാണ് കൊട്ടാരക്കരയിൽ. കേരളത്തിൽ പൊതുവെ LDFന് അനുകൂലമായൊരു സാഹചര്യമാണെന്നാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഓരോ ദിവസവും കഴിയുമ്പോഴും കൊട്ടാരക്കരയിലെ പ്രവർത്തനം LDFൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് വന്ന് വളരെ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് എന്ന് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന തരത്തിലേക്കാണ്. കാരണം ഇത് പരമ്പരാഗതമായി LDFന് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് ഈ കൊട്ടാരക്കര പഴയ നെടുവത്തൂരും കൊട്ടാരക്കരയുടെ കുറച്ച് ഭാഗവും ചേർന്നതാണ് ശരിക്കും ഈ കൊട്ടാരക്കര മണ്ഡലം. അത് നല്ല ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള നല്ല പിന്തുണയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം MLA എന്ന നിലയിൽ ഞാൻ ഈ നാട്ടിലെ എല്ലാ കാര്യത്തിലും എല്ലാവരുടെയും ഒപ്പം ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിലുള്ള ബന്ധം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതലുണ്ട്. സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ കേരളം ഏറ്റവും നല്ല പെർഫോമൻസാണ് നടത്തിയതെന്ന് ഇപ്പോൾ പൊതുവിൽ ഇന്ത്യയിലെ തന്നെ എക്കണോമിസ്റ്റുകളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ അംഗീകരിക്കുന്നുണ്ട്, മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ 62 ലക്ഷം കുടുംബങ്ങളിൽ എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ എത്തിക്കുന്നതിന് അതൊരു ചെറിയ കാര്യമല്ല. 2000 രൂപ വെച്ച് ധനകാര്യ വകുപ്പിൻ്റെ ഒരു വലിയ ശ്രദ്ധ അതിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളിലും. പിന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നു. ഇതേസമയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ തെലങ്കാനയിൽ ഇപ്പോൾ എല്ലാ ക്ഷേമ പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നുള്ള വാർത്തകൾ വരികയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൊടുക്കാത്തതിന് ഹൈക്കോടതി കേസ് വന്നവർക്കെതിരെ പറഞ്ഞിരിക്കുന്നു. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അവിടെ ആകെ കൊടുക്കേണ്ട ശമ്പളത്തിൻ്റെ 30% മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. 30% കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സംസ്ഥാന മന്ത്രിസഭയിലെ ഉത്തരവാദിത്വം നന്നായി നിർവഹിക്കുകയും ചെയ്തു. കൊട്ടാരക്കരയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ജനങ്ങളുമായിട്ട് എപ്പോഴും ഇടപെട്ട് സഹകരിച്ച് പോകുന്ന ആളുകളെന്ന നിലയിൽ അത്തരത്തിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഏറ്റവും സജീവമായി പ്രവർത്തനം ഏറ്റെടുത്തു. വളരെ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയം ആണ് ഇടതുപക്ഷത്തിൻ്റെ എന്നുള്ളതുകൊണ്ട് ആ തരത്തിലുള്ള അംഗീകാരം നല്ലതുപോലുണ്ട്, നല്ല പിന്തുണയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. MLA എന്നതിനപ്പുറം ധനകാര്യ മന്ത്രി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അത് വോട്ടർമാരെ സ്വാധീനിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ധനകാര്യ വകുപ്പ് എല്ലാ വകുപ്പിനും ബന്ധമുള്ള എല്ലായിടത്തേക്കും ധനം എത്തിക്കേണ്ടതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഭരണത്തിനകത്ത് പൊതുവിൽ ഭരണവിരുദ്ധ വികാരം എന്ന നിലയിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ വരുന്നില്ല എന്നുള്ളത് സത്യമാണല്ലോ. എല്ലാ മേഖലയ്ക്കും എല്ലാ കാര്യങ്ങളും എത്തിക്കുന്നു മാത്രമല്ല, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, DA മുഴുവനും തീർത്തു കൊടുത്ത കാര്യങ്ങൾ, എല്ലാ മേഖലയിലും കരാർ കോൺട്രാക്ട് ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി, കണക്റ്റ് വർക്ക് തുടങ്ങിയ പുതിയ കാര്യങ്ങൾ ഇതെല്ലാം നടത്തുന്നുണ്ട്. ക്ഷേമ പെൻഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും അമ്മമാരും പ്രായമുള്ള നമ്മുടെ രക്ഷകർത്താക്കളും ഒക്കെ പറയുന്ന വളരെ പ്രായമുള്ള ആളുകൾ ഉൾപ്പെടെ ഈ ക്ഷേമ പെൻഷൻ കൃത്യമായി കിട്ടണം, നിങ്ങൾ തന്നെ വരണം, നിങ്ങളേ ഇത് ചെയ്യൂ, പക്ഷേ കൃത്യമായി തരണം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമില്ല. അപ്പോൾ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷനുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഈ 62 ലക്ഷം കുടുംബങ്ങളിലേക്കും ഓരോ മാസവും കടന്നെത്തുന്ന ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങളുടെ അധ്വാനം വളരെ വലുതുണ്ട്. ആ ധനകാര്യ വകുപ്പിൻ്റെ ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്. അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തൊക്കെ കാര്യങ്ങൾ ആരൊക്കെ പ്രചരണം നടത്തിയാലും വസ്തുതയാണ് ജനങ്ങളുടെ മുമ്പിൽ. അപ്പോൾ അതിനകത്ത് സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെ ആകെയും പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് നേരിട്ട് ചെല്ലുകയാണ്. അതിൻ്റെ പിന്തുണ കാര്യമായിട്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളതിന് ഒരു സംശയവും എനിക്കില്ല. അവസാന ദിവസങ്ങളിൽ പലതരത്തിലുള്ള അത് വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു മണ്ഡലം കൂടിയാണ്. എതിർ സ്ഥാനാർത്ഥിക്ക് നേരെ അധിക്ഷേപങ്ങൾ ഉയർന്നു വന്നു എന്നുള്ള പരാമർശങ്ങൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനോടൊക്കെ എന്താണ് പ്രതികരണം? ഈ അവസാന നിമിഷങ്ങളിൽ ഇനിയും ഈ തെറ്റായ പ്രചരണം നടത്തുന്ന സ്വഭാവം ഇവിടെ UDFൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. എന്നാലും LDFൻ്റെ ഭാഗത്തുനിന്ന് തെറ്റായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. വേണ്ടത്ര ശരിയായ കാര്യങ്ങൾ പോലും പറയാൻ തയ്യാറായിട്ടില്ല. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ ഇടതുപക്ഷത്തിന് കൂടെ ദീർഘകാലം നിന്ന് 10, 15, 25 വർഷം 25 വർഷം എല്ലാ പ്രധാനപ്പെട്ട പദവികളും ഉത്തരവാദിത്വങ്ങളും വഹിച്ച ഒരാൾ UDFലേക്ക് പോയി, അതും കോൺഗ്രസിൽ ചേർന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അതിശക്തമായ വിമർശനങ്ങൾ വരും. ഇവിടെ വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളെന്ന് പറഞ്ഞാൽ വളരെ മിതമായിട്ട് നിങ്ങൾ ഇതൊരു രാഷ്ട്രീയമായിട്ട് അധികാരക്കൊതിയും സ്വന്തം താല്പര്യവും മാത്രമാണെന്ന നിലയിലേക്ക് വളരെ മൈൽഡായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. ജനങ്ങൾക്ക് പക്ഷേ ഷാർപ്പായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വീട്ടിലെ എല്ലാ ആനുകൂല്യങ്ങളും പരിഗണനയും കിട്ടിയ മൂത്ത സഹോദരി അപ്പുറത്തേക്ക് പോയി നമ്മുടെ വീട് കത്തിക്കാൻ നിൽക്കുന്ന, തകർക്കാൻ നിൽക്കുന്ന ആളുകളുടെ കൂടെ കൂടിയാൽ ഉണ്ടാകുന്നൊരു വിഷമമുണ്ട്.
എന്നാണ് പറഞ്ഞത്, അല്ലാതെ വേറൊരു കാര്യം പറഞ്ഞിട്ട്. അപ്പോൾ അത് ആ ഒരു കാര്യം ജനത്തിന് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ വേറൊരു കാര്യമില്ല. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൻ്റെയൊക്കെ വളരെ അവസരപരമായ നിലപാടുകളെ പറ്റിയൊക്കെയുള്ള ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ UDF കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയോ, എത്ര ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, കള്ളപ്രചരണം നടത്തുന്നുണ്ട്, താഴെ ഇറങ്ങിയ ആളുകളോട് പിന്നെ ഞങ്ങളിങ്ങനെ തീരുമാനിച്ചെന്ന് പറഞ്ഞിട്ട് പല സംഘടനകളുടെയും മറ്റും പേരിൽ കള്ളമായ പ്രചരണം നടത്തുന്നു. സ്ഥാനാർത്ഥികൾ തന്നെ പറഞ്ഞ സ്ഥിതിയുണ്ട്. ഇതൊക്കെ എപ്പോഴും നടത്തുന്ന നുണപ്രചരണമാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത്തരം നുണപ്രചരണങ്ങൾ സാധാരണ വലിയ തോതിൽ അഴിച്ചുവിടുന്നത് UDF ആണ്. ഒരു മാന്യമല്ലാത്ത, പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം LDFൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറയുന്നുണ്ടോ? സ്ഥാനാർത്ഥി എന്നതിൽ ഞാൻ മാത്രമല്ല, ഏതെങ്കിലും ഒരാൾ സംസ്ഥാനാടിസ്ഥാനത്തിൽ പറയുന്നുണ്ടോ? ഇവിടെ ഈ മണ്ഡലത്തിൽ പറയുന്നുണ്ടോ? അത് പറയാൻ പറ്റത്തില്ല LDFൻ്റെ ആൾക്ക്. എന്തും സ്വന്തം കാര്യത്തിന് വേണ്ടി പറഞ്ഞ് എന്ത് കള്ളവും പറഞ്ഞു പോകുന്നതൊന്നും ഇടതുപക്ഷത്തിൻ്റെ നയമല്ല. സത്യം പറയുന്നതാണ് എപ്പോഴും ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ലത്. നമ്മുടെ നാട്ടിൽ ഈ മൂല്യങ്ങൾക്കൊരു വിലയുണ്ട്. എപ്പോഴും വഞ്ചനയും കാപട്യവും സത്യം പറയാതെ അസത്യവും പറയുന്ന ആളുകളെ നമ്മുടെ സമൂഹം കാണുന്നത് എന്താ? ആ സമൂഹത്തിൻ്റെ മുന്നിൽ അവരെല്ലാം മറുപടി പറയേണ്ടി വരും. അതിന് യാതൊരു സംശയമില്ല. CS സുജാതയ്ക്കെതിരെ ഭുവനേശ്വറിന്റെ മരണത്തിലൊക്കെ തന്നെ G സുധാകരൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം അത് കേട്ടിട്ടുണ്ടാകും. ഞാൻ കേട്ടില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിനിടയ്ക്ക് എല്ലാ വാർത്തകളും വരുന്ന TV ന്യൂസും കേട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിനറിയില്ല. നിങ്ങൾക്കറിയാം, ഇന്നാണ് രാവിലെ ഇച്ചിരി സമയം നിൽക്കാൻ പറ്റുന്നത്. ബാക്കി എല്ലാ ദിവസവും വാഹനത്തിൽ പോയിട്ട് ഈ പര്യടനത്തിൻ്റെ സമയമായി. അതുകൊണ്ട് ഇനി പ്രചാരണത്തിന് ഇപ്പോൾ പോവാണ്. പക്ഷേ ഇന്ന് വാഹനത്തിലുള്ള പ്രചരണമല്ല, വൈകിട്ട് ടൗണുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ പുറത്തേക്ക് പോവാണ്. പക്ഷേ മറ്റേന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് മുമ്പ് പര്യടനത്തിനായിട്ട് പോവല്ലേ. അതുകൊണ്ട് ഈ ന്യൂസ് എല്ലാം കണ്ടിട്ടില്ല. ആശംസകൾ. കൊട്ടാരക്കരയുടെ LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലാണ് 24-നൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചത്. വലിയ ആത്മവിശ്വാസത്തിലാണ് LDF കൊട്ടാരക്കരയിലുള്ളത്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി കൊട്ടാരക്കരയിൽ മാത്രമല്ല, കൊല്ലത്തെ എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിൽ തന്നെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിയും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF മുന്നോട്ട് പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.